ഇന്നത്തെ റെസിപ്പി നല്ല പഴുത്ത നേന്ത്രപ്പഴവും ബാക്കി വന്ന ചോറും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ സ്നാക്ക്, കഴിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് അവർ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കണേ. ഇത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അരക്കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ 2 ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത്. ഇനിയിപ്പോൾ ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആട്ടാണ്. ആട്ടയ്ക്ക് കറക്റ്റ് അളവൊന്നുമില്ല, കുഴച്ച് നോക്കിയിട്ട് നമ്മളെ കയ്യിൽ ഉരുട്ടിയെടുക്കാനുള്ള പാകം വേണം. എനിക്കിപ്പോൾ ഒരു 1/4 കപ്പ് ആട്ട വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണേ. ഇത് അരമണിക്കൂറിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. കയ്യിൽ കുറച്ചൊരു വെള്ളം നനച്ചിട്ട് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. തീ കുറച്ച് വെച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. നല്ലൊരു മണം കേട്ടോ നേന്ത്രപ്പഴത്തിൻ്റെ ശർക്കരേൻ്റെ ഒക്കെ. ശരിക്കും നമ്മൾ വീട്ടിൽ ബാക്കി വന്ന ചോറും പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.